നമസ്കാരം. 2 മക്കൾ ചേർന്ന് പാലക്കാട് സ്വന്തം അപ്പനെ തല്ലിക്കൊന്നിരിക്കുന്നു. അപ്പന്മാരുടെ കഷ്ടപ്പാട് അറിഞ്ഞു വളർന്ന മക്കളായിരുന്നെങ്കിൽ ഒരു നുള്ളി നോവിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. മനോനില തെറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അപ്പനായിരുന്നു. മാനസികമായിട്ട് അപ്പന് തിരിച്ചറിവില്ല. മക്കൾക്ക് അപ്പനെ നോക്കി മടുത്തു. ഈ ലോകത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ആർക്കും ആരെയും പരസ്പരം സ്നേഹിക്കാനോ പരസ്പരം സഹായിക്കാനോ കഴിയുന്നില്ല. കടപ്പാടുകളൊന്നും ആരും ഓർത്തു വെക്കാനും തയ്യാറാവുന്നില്ല. കുഞ്ഞുനാൾ മുതൽ നോക്കി വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന മക്കൾ ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ അമ്മയപ്പന്മാരെ തിരിച്ച് ഉപദ്രവിക്കുന്ന നിലയിലേക്ക് ഇന്നത്തെ ലോകം മാറി. ഓരോ ദിവസേനയുള്ള വാർത്തകളിൽ നിറയുന്നത് ഇത്തരം സംഭവങ്ങൾ തന്നെയാണ്. തല്ലിയും അടിച്ചും ആ പിതാവ് അനുഭവിച്ച വേദന എത്ര ക്രൂരമായിരുന്നിരിക്കും. മാതാപിതാക്കളെ ദൈവത്തെപ്പോലെ കാണുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും മാറി ഇന്ന് മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു തലമുറയിലേക്ക് മാറിയിരിക്കുന്നു. യാതൊരുവിധ സഹിഷ്ണുതയും ആരുടെയും ഉള്ളിലില്ല. കരുണ പറ്റിയ കുറേ മനുഷ്യർക്കിടയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലേക്ക് ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നു. അടിച്ചും തല്ലിയും വേദനിപ്പിച്ചും കുത്തി നോവിച്ചും മാനസികമായിട്ടും ശാരീരികമായിട്ടും പറ്റാവുന്നിടത്തോളം മുറിവുകൾ നൽകിക്കൊണ്ടാണ് ദിവസേന മക്കൾ മാതാപിതാക്കൾക്ക് ഓരോ ഉപദ്രവം നൽകിക്കൊണ്ടിരിക്കുന്നത്. സങ്കടവും അതികഠിനമായ വേദനയാലും മാതാപിതാക്കൾ പൊളയുന്നത് ആരും അറിയുന്നില്ല. മക്കളെ വളർത്തി വലുതാക്കിയ കഥകളിലൊക്കെ സ്നേഹവും കരുണയും ദയയും ഒക്കെ ഉണ്ടായിരുന്നു. ആ മക്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് ഉണ്ടാകുന്നില്ല. സന്തോഷം ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് തന്നെ സങ്കടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കിടക്കുന്ന കിടക്കയിൽ തന്നെ നാളുകളോളം ചെലവഴിച്ചു കൂട്ടുന്ന മാതാപിതാക്കളുമുണ്ട്. മക്കളെ മറ്റുള്ളവർക്ക് മുമ്പിൽ അപഹാസ്യരായി നിർത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ പുറം ലോകം അറിയാത്ത കഥകളും ഉണ്ട്. അടിച്ചു കൊല്ലുക, മൃഗങ്ങളെ അടിച്ചു കൊല്ലുന്നത് പോലെ ഒരു പിതാവിനെ അടിച്ചും ഇടിച്ചും തൊഴിച്ചും കൊന്ന 2 മക്കൾ. ഇവരൊക്കെ ജീവിതാവസാനത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല.